നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചില രാഷ്ട്രീയ പാർട്ടികളിൽ ചില നേതാക്കൾ, പ്രത്യേകിച്ച് യുവ നേതാക്കൾ ഇപ്പോൾ പെട്ടെന്ന് പൊട്ടി മുളയ്ക്കുന്ന, അതായത് ഒരു മാങ്ങാണ്ടി പോലെ പെട്ടെന്ന് മുളച്ചു വരുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിലൊക്കെ ഇത്ര പെട്ടെന്ന് നേതാക്കന്മാരായി മാറുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിവൈഎഫ്ഐയിൽ അത്ര പെട്ടെന്നില്ല. അതേപോലെ യുവമോർച്ചയിൽ ആ രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല. ഡിവൈഎഫ്ഐയിലൊക്കെ കുറേ കാലം പ്രകടനവും അടിയും തുഴിയും ഒക്കെ പോലീസിൻ്റെ ചവിട്ടും കുത്തൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ, സമര പോരാട്ടങ്ങളിലൂടെ മാത്രമേ അതിലേക്ക് ആളുകൾ അല്ലെങ്കിൽ യുവ നേതാക്കൾ വരാറുള്ളൂ എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ രീതിയിലാണ് അവിടെ ഇപ്പോഴും തുടരുന്നത്. പക്ഷേ യൂത്ത് കോൺഗ്രസിൽ ഒരു നേതാവാകാൻ, പെട്ടെന്ന് വളരാൻ, രണ്ടോ മൂന്നോ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് വലിയ രീതിയിലുള്ള റീൽസൊക്കെ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്ത് അതൊക്കെ വൈറലാക്കി തീർത്താൽ മതിയെന്ന് യൂത്ത് കോൺഗ്രസിലെ ഇടയിൽ തന്നെയുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അങ്ങനെ ചില നേതാക്കന്മാർ ഉയർന്നു വരുന്നു. അവർക്കിടയിലേക്ക് പിന്നീട് അവിഹിത ഗർഭത്തിൻ്റെയും അവിഹിത വേഴ്ചകളുടെയും കഥകളാണ് പിന്നീട് വരുന്നത്. പറഞ്ഞു വരുന്നത്, സിനി ജോയി എന്ന ഒരു മാധ്യമ പ്രവർത്തക അവരിട്ട ഒരു പോസ്റ്റിനെ തുടർന്ന് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും അവിഹിത ഗർഭവും ആ രീതിയിലുള്ള ചർച്ചകളും കൂടുതൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. സിനി ജോയി പറയുകയാണ്, വ്യാജൻ എന്ന് വിളിക്കുന്ന ഒരാൾ, അതായത് വ്യാജൻ എന്ന് വിളിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് അവർ പറയുന്നത്. അവരുടെ പോസ്റ്റാണ് ഞാൻ വായിക്കുന്നത്. ഇത് നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയതല്ല, അവരുടെ പോസ്റ്റ് വായിക്കുകയാണ്. ഇല്ലടോ, നിന്നേക്കാൾ നാണമുണ്ട് നിന്നെ വ്യാജ എന്ന് വിളിക്കുന്നതിൽ എനിക്കൊക്കെ. അതായത് ഈ സിനി ജോയിയുടെ പോസ്റ്റ് പ്രകാരം പറയുന്നത്, ഈ വ്യാജൻ എന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മാധ്യമ പ്രവർത്തകയെ പീഡിപ്പിച്ച് അവരെ ഗർഭിണിയാക്കി, തുടർന്ന് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അവർ ഗർഭചിത്രം നടത്തി എന്നതാണ്. അതായത് MLA ആണ്, നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ MLA ആണ്. ആ ഒരു MLA പ്രണയം നടിച്ച് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു, അവരെ ലൈംഗികമായി ഉപയോഗിക്കുന്നു, അവൾ ഗർഭിണിയാവുന്നു, ഒടുവിൽ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തി എന്നാണ് സിനി ജോയിയുടെ പോസ്റ്റ് പറയുന്നത്. പിന്നീട് ഈ പോസ്റ്റ് പോരാളി ഷാജി, അതേപോലെ സൈബർ കമ്മികൾ, സൈബർ പോരാളികൾ, അത്തരം CPM അണികളൊക്കെ തന്നെ ഏറ്റെടുത്ത് ഇപ്പോൾ ഏകദേശം വഷളായി എന്ന് പറയുന്നതാവും ശരി. അതായത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണോ എന്ന് കൂടുതലായി നമുക്കറിയില്ല. അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റ് ഈ സിനി ജോയി അടക്കമുള്ള ആളുകളാണ്. എന്തായാലും കേസ് കൊടുക്കൂ, നമുക്ക് നോക്കാമെന്നൊക്കെയാണ് സിനി ജോയി പറയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർക്കെതിരെ കേസ് കൊടുക്കുമോ, നിയമപരമായി മുന്നോട്ട് പോകുമോ എന്നൊന്നും അറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ 2-3 ദിവസമായി ഈ വാർത്ത ഇങ്ങനെ അന്തരീക്ഷത്തിൽ പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേശാഭിമാനിയിൽ വാർത്ത വന്നു, മറ്റു പല മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നു, ഓൺലൈൻ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ വാർത്തകൾ വന്നിട്ടുണ്ട്. ഇതിലൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ച് കാണുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ സത്യം ഉണ്ട്, പുകമറ സൃഷ്ടിക്കലല്ല, എന്തൊക്കെയോ ചില സത്യങ്ങളുണ്ട് എന്ന് ആളുകൾ വിശ്വസിച്ചാൽ അതിൽ തെറ്റു പറയാൻ സാധിക്കില്ല. എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പ്രതികരിക്കട്ടെ, ആ പ്രതികരണം വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പമാണ് കഴിഞ്ഞ ദിവസം മുമ്പ് ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന ലക്ഷ്മി പത്മ എന്ന സീനിയർ വനിതാ ജേർണലിസ്റ്റിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഭക്ഷണം കഴിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വിട്ടുകൊണ്ട് ഇത്തരത്തിൽ ഈ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഏഡ് ചെയ്ത് അവരെ അപമാനിക്കുന്ന തരത്തിൽ ചില ആളുകൾ രംഗത്ത് വന്നതും, അവർ ലക്ഷ്മി പത്മ ഇതിനെതിരെ പോസ്റ്റ് ഇട്ടതും മാത്രമല്ല വനിതാ മാധ്യമ പ്രവർത്തകരിൽ ചിലർ ഈ പോസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നതും നമ്മൾ കണ്ടു. മാത്രമല്ല KUWJ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ അപഹാസ്യമുണ്ടാക്കുന്ന തരത്തിലുള്ള, അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇറക്കുന്ന ആളുകൾക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതിൽ നിരപരാധികളായ ആളുകൾ ഇത്തരത്തിൽ പെടുന്നതിൽ നമുക്കൊക്കെ തന്നെ വിഷമമുണ്ട്. ആളുകൾ ഇത്തരത്തിൽ ആരുടെയെങ്കിലുമൊക്കെ ചിത്രങ്ങൾ വെച്ച് വനിതാ മാധ്യമ പ്രവർത്തകരെ അപമാനിക്കുന്നതും ശരിയല്ല. ഈ കാര്യത്തിൽ സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയാൻ, അല്ലെങ്കിൽ ആർജവത്തോടെ കാര്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യം കാണിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹം മൗനം പാലിക്കുന്നതോ, എത്രത്തോളം മൗനം പാലിക്കുന്നതോ, അല്ലെങ്കിൽ ആ കാലം വരെ ഈ വാർത്ത അല്ലെങ്കിൽ ഈ യാഥാർത്ഥ്യം ഇങ്ങനെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ വിവാദം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തന്നെയാവും ഏറ്റവും ഉചിതമായ മറുപടി.